ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞങ്ങളുടെ ഡിന്നർ നല്ല സൂപ്പർ പുട്ടും ബീഫ് കറിയാണ് കേട്ടോ. ഇവിടുത്തെ ബീഫിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ ബീഫ് പോലെ അത്രയും കട്ടി ഉണ്ടാവില്ല, ടേസ്റ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പം നമുക്കത് കഴിക്കുമ്പോൾ ആ നാട്ടിലെ ബീഫ് കഴിച്ചതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ അത് കഴിച്ചങ്ങ് ശീലമായി. പിന്നെ ഞങ്ങൾ പരമാവധി നാട്ടിലെ ബീഫിൻ്റെ രീതിയിലൊക്കെ വെച്ചെടുക്കാൻ നോക്കും കേട്ടോ. എന്തായാലും ഈ ബീഫ് കറി അടിപൊളിയായിരുന്നേ. കണ്ടില്ലേ, നല്ല ആവി പറക്കുന്ന പുട്ടാട്ടോ. അപ്പോൾ പുട്ടും ബീഫും കൂട്ടി ഒരു പിടി പിടിച്ചാലോ. കണ്ടോ, ഇത് നല്ല ബീഫ് വരട്ടിയെടുത്ത് നല്ല റോസ്റ്റ് പോലെ നല്ല തിക്ക് ഗ്രേവിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ബീഫിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കപ്പയും ബീഫും പോലെ തന്നെ പുട്ടും ബീഫും നല്ല സൂപ്പർ കോമ്പിനേഷനാണ് അല്ലേ. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. പുട്ടിൽ എനിക്ക് തൊടാനേ പറ്റുന്നില്ലായിരുന്നു. കണ്ടില്ലേ, തൊടുമ്പോൾ തന്നെ ആവി പറക്കുക, അത്രയും ചൂടുണ്ട്. പക്ഷേ എനിക്ക് എന്നിരുന്നാലും ഉണ്ടല്ലോ, ഇതിങ്ങനെ ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അത് കുറച്ചങ്ങ് തണുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ വേറെ ഒരു ടേസ്റ്റായി പോകും. ഇനി ഞങ്ങൾ എപ്പോഴും ഇവിടെ ബീഫ് വാങ്ങുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ എല്ലും കൂടെ വാങ്ങിക്കും. എന്താ അറിയാമോ, എല്ലിങ്ങനെ കറിയിൽ കിടന്ന് വെന്ത് ചേരുമ്പോൾ ഉണ്ടല്ലോ അത് ഭയങ്കര ടേസ്റ്റാണ്, കറിക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ ശരി, ഞങ്ങൾ പുട്ടും ബീഫൊക്കെ കഴിക്കട്ടെ കേട്ടോ. നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം. Bye.